ഇന്നെൻ്റെ വീഡിയോ എടുക്കുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഏകദേശം അടുക്കളയിലെ ജോലികൾ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത്. പിന്നെ ഞാൻ അതൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ രണ്ടും കഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ഭാഗങ്ങളായിട്ട് ഓരോ സെക്ഷനായിട്ട് ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ടുണ്ട്. പിന്നെ നല്ല ബോഡി പെയിനും കാര്യങ്ങളും ഒക്കെ ആണ് കേട്ടോ. ഞാൻ ഒരു ഡോളോ ഒക്കെ കഴിച്ചിട്ടുണ്ട്. ആ ഡോളോ കഴിച്ചിട്ട് വേണം എനിക്കൊന്ന് സെറ്റ് ആവാൻ. പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് വേണം ബാക്കി ജോലികളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ. പിന്നെ ഹെയർ കെയറും കാര്യങ്ങളും ഒന്നും ഞാനിപ്പോൾ നോക്കുന്നില്ലല്ലോ. പിന്നെ അങ്ങനെ കുറച്ച് ഓയിലൊക്കെ തേക്കാൻ നേരം ഞാൻ തന്നെ ഉണ്ടാക്കിയ ആ ഓയിൽ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. എന്തിൻ്റെയൊക്കെയോ ഇടയിലായി പോയിട്ടുണ്ട് വീഡിയോ ഷിഫ്റ്റിങ് ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട്. പിന്നെ ഞാൻ പാരച്യൂട്ടിൻ്റെ മോൻ്റെ ഓയിലുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ തലയിൽ ഇട്ട് കൊടുക്കാനും കരുതി ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഓയിലൊക്കെ തലയ്ക്ക് കുറച്ചൊക്കെ തേച്ചിട്ടൊന്ന് മസാജ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. ഒരുപാട് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ എനിക്കിപ്പം ഓയിൽ ഇടുമ്പോഴാണെന്ന് തോന്നുന്നു നല്ലതായിട്ട് ഹെയർ ഫോൾ ഉണ്ടാവുന്നത്. പിന്നെ എനിക്കൊന്ന് പോയേ വരും കേട്ടോ. നല്ലതായിട്ട് ബോഡി പെയിനും ഉണ്ട്. പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആവാനാണ് ചാൻസ് കൂടുതൽ എന്ന് വെച്ചാൽ എനിക്ക് നേരത്തെ ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അപ്പം എപ്പോഴും ബോഡി പെയിനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ മുടി ഫുള്ള് പോയി. ഇനി പോകാൻ ഉണ്ടോ കുറച്ച് മാത്രമല്ല ഉള്ളൂ. എനിക്ക് നല്ല മുടിക്ക് തിക്നെസ് ഉണ്ടായിരുന്നു കേട്ടോ. ലെങ്ത് കുറവാണെങ്കിലും തിക്നെസ് അത്യാവശ്യം ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. പിന്നെ ഞാൻ ഇപ്പം കോമ്പ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല പല്ലകലം ഗ്യാപ്പുള്ള അതാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ ഒരുപാട് മുടി ഇങ്ങനെ നമുക്ക് കെട്ടി വീഴാതെ എടുക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഉള്ളു തീരെ ഇല്ലാണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഉടക്കം കുറവാണ് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് മുടി ചെയ്യാൻ സാധിക്കും. പക്ഷേ എനിക്ക് മുടി ഓരോ തവണ ചെയ്യുമ്പോഴും ഭയങ്കര വിഷമമാണ് കേട്ടോ. അത്രയും മുടി പോകുന്നുണ്ട്. ഇനിയിപ്പോൾ പോയേ പറ്റൂ. പോയി ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പകുതി വെച്ച് എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഇനി എനിക്ക് പോകണം. പിന്നെ എന്താ അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഡോളോ ഒക്കെ കഴിച്ചിട്ടിരിക്കുക ആയതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് പിന്നെ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. ഞാൻ വീട് ഫുള്ള് ഞാൻ ക്ലീൻ ചെയ്യുന്നില്ല, ഇടയ്ക്ക് ചെയ്യാറുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഈ ജനലും കാര്യങ്ങളൊക്കെ തുടച്ചിട്ട് കുറച്ചായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് ചെയ്യണം. എന്ന് വെച്ചാൽ നല്ല പൊടിയുണ്ട്. എൻ്റെ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ വീഡിയോസ് എടുത്ത് നോക്കാനാണെങ്കിലും പിന്നെ എനിക്ക് പൊതുവേ ഇഷ്ടമാണ് കേട്ടോ. ഫസ്റ്റ് എൻ്റെ വീഡിയോസ് എന്നൊക്കെ പറയുന്നത് ഞാൻ ഉള്ളി കുക്കിംഗ് മാത്രമേ ഉള്ളായിരുന്നു. എൻ്റെ ഡെയിലി റൊട്ടീനോ അല്ലെങ്കിൽ എൻ്റെ വ്ലോഗ് അങ്ങനെ ഫേസ് കാണിച്ചുള്ള വ്ലോഗോ അങ്ങനെ ഒന്നും ഞാൻ ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ എനിക്കിപ്പം കുറച്ച് കോൺഫിഡൻസ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഇപ്പം നല്ല കോൺഫിഡൻസ് ഉണ്ട്. എങ്കിലും ചില സമയങ്ങളിലൊരു ഇത് വരും. എങ്കിലും കുഴപ്പമില്ല, ഞാൻ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഫുള്ള് വീഡിയോ കാണണം കേട്ടോ. എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ. പിന്നെ അതിന് ശേഷം ഈ പരിപാടിയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. ഈ കഥകിലൊന്നും വലിയ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് വേണ്ടി ചെറിയ പൊടിയുണ്ടല്ലോ, അങ്ങനെ ഉണ്ട്. പിന്നെ എൻ്റെ കൈയാണെങ്കിൽ നഖം ഞാൻ വലിച്ചെടുത്തു. അപ്പോൾ അതിൽ കുറേ മാംസം പോയിട്ടുണ്ടായിരുന്നു, ബ്ലഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗം തന്നെ എനിക്ക് തട്ടി കേട്ടോ. പിന്നെ ജനലിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ജനലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് തുറന്നിട്ട് കുറേയൊക്കെ ഞാൻ തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. തുറന്നിട്ടിട്ട് തുടയ്ക്കും. പിന്നെ അപ്പോൾ ആ ഒരു ടൈമിൽ ഈ പൊടിയെല്ലാം പോകുമല്ലോ. പിന്നെ ഒരു ഫ്രഷ് എനർജി കാര്യങ്ങൾ ഒക്കെ ആവും. പിന്നെ താഴെ പണി നടക്കുന്നതുകൊണ്ട് ഞാൻ തുറന്നിടാറില്ലായിരുന്നു. അപ്പോൾ ആ പൊടിയും കാര്യങ്ങളൊക്കെ മേളിലോട്ട് കയറി വരുമായിരുന്നു കേട്ടോ. പിന്നെ എന്താ പിന്നെ ഇവിടേക്ക് ഒന്ന് ഒതുക്കി പറക്കി സെറ്റാക്കാനുണ്ടായിരുന്നു. പിന്നെ ഇനി ഇവിടേക്ക് ഒന്ന് തൂക്കണം, അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ടാണെങ്കിൽ പോലും എനിക്ക് തീരെ പറ്റുന്നില്ലായിരുന്നു. ഇനിയിപ്പോൾ ഇത്രയും കൊണ്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഈ ഹോള് മാത്രമേ ഞാൻ വൃത്തിയാക്കുന്നുള്ളൂ. റൂമുകളൊക്കെ പിന്നെ ചെയ്യുന്നുള്ളൂ. കിച്ചണും അത് തന്നെ പിന്നെ ചെയ്യുന്നുള്ളൂ കേട്ടോ. സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ഈ ഇടയ്ക്ക് തുടച്ചിട്ടതേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും പോയില്ല. പിന്നെ വലിയ അഴുക്കും കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ മോനിങ്ങനെ ഡെയിലി എപ്പോഴും ഇങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തിട്ട് അറയിട്ട് അങ്ങനെ കളിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ചെറിയ പൊടിയോ കാര്യങ്ങളോ പിന്നെ ആ ഒരു കളിപ്പാട്ടങ്ങളാണ് ഫുള്ള് വലിച്ചു വാരി കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ മതിയായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ തൊട്ടേയുള്ള വീഡിയോസ് എടുക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും ടൈം കിട്ടിയില്ല കേട്ടോ. അത് രാവിലെ എണീറ്റു. പിന്നെ ഫുഡും കാപ്പിയൊക്കെ കൊടുത്തു വിടണമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ടൈമേ കിട്ടിയില്ല. പിന്നെ ഇത് വൈകുന്നേരമാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് നേരം കിടക്കണമെന്ന് വെച്ചിട്ട് എനിക്ക് അതുപോലെ നടന്നില്ല കേട്ടോ. കിടന്ന് പോയാലും പ്രശ്നമാണ്, ഓവറായിട്ട് കിടന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തലവേദനയാണ് കേട്ടോ. പിന്നെ വൈകിട്ട് എണീറ്റ് കുളിച്ച് സെറ്റായിട്ട് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.